അങ്ങനെ ഈ സൈഡിൽ പോളിഷിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഔട്ട് സൈഡ് 3 സൈഡ് നമ്മൾ MRFൻ്റെ PU പെയിൻ്റാണ് അടിച്ചത്, ബ്രൗൺ കളറാണ് അടിച്ചത്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ MRFൻ്റെ തന്നെ മാറ്റ് അടിച്ചു, ക്ലിയർ മാറ്റ് അടിച്ചിട്ടുണ്ട്. അത് വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, കുറേ ജനലപ്പള്ളികളൊക്കെ വരയ്ക്കേണ്ടായിരുന്നു, ഫ്രണ്ടിലൊക്കെ വരയ്ക്കേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വരച്ച് ഈ ഫ്രണ്ട് ഡോറൊക്കെ പോളിഷ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഹാൻഡിലെല്ലാം വയ്ക്കാനുണ്ട്, ജനലപ്പള്ളികൾ കൊളുത്താനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഫൈനൽ വീഡിയോ ഉണ്ട്, എല്ലാ പെയിൻറ്റിങ്ങും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ മുമ്പായിട്ടുള്ള ഭാഗങ്ങൾ ഇതിപ്പോൾ ജനലപ്പള്ളി നമ്മൾ തേക്കിന് കളറടിച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഇനി വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ, അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ പാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, NC പുട്ടി ഇടുന്നതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതെല്ലാമേ അത് വേറൊരു വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം 1ാം ഘട്ടം, ഓക്കെ. ഇത് 2ാം ഘട്ടം. നമ്മൾ തേക്കിന് കളറൊക്കെ അടിച്ച് സ്പ്രേ ചെയ്തിട്ട് ഗ്ലാസ്സൊക്കെ നമ്മൾ പേപ്പർ ചൊട്ടിക്കും, എന്നിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്തു, തേക്കിന് കളർ സ്പ്രേ ചെയ്തു. പിന്നെ വരയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു, വരച്ചിട്ടുണ്ട്, ഡിസൈൻ കൊടുത്തു, തേക്കിന് ഡിസൈൻ കൊടുത്തു. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ജില്ല വന്നാലും നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും, നമ്മളെ കോൺടാക്ട് ചെയ്യാം, ഓക്കെ. നമ്മളിത് മുമ്പ് ചെയ്ത വീഡിയോകളൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട വീഡിയോ സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഈ ചാനലൊന്ന് നിങ്ങൾ ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ അവിടെ ജനലുകളൊക്കെ വരയ്ക്കുകയാണ്, കുറച്ചും കൂടി വരയ്ക്കാനൊക്കെ ഉണ്ട്. വരയ്ക്കാനുള്ളതൊക്കെ വരച്ച് കഴിഞ്ഞിട്ട് വേണം ബാക്കി നമുക്ക് ജനലുകളൊക്കെ ഫൈനലടിക്കണം, സീലടിക്കണം, ഫൈനലടിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വരയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. തേക്കിൻ്റെ ഡിസൈൻ ഇവിടെ വരയ്ക്കുകയാണ്. ഇപ്പോൾ ഇതിന്മേ തേക്കിന് കളറടിച്ചു, പേപ്പർ കൊട്ടിച്ചിട്ട് വേണം അടിക്കാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കളറടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡിസൈനൊക്കെ കൊടുക്കണം. ഇപ്പോൾ 2 ദിവസം കൊണ്ട് നമ്മുടെ ഈ വർക്ക് തീരും, എന്നിട്ട് വേണം നമുക്ക് ഇത് ബാക്കി ഇതിൻ്റെ ഫൈനൽ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ജില്ലയിൽ വന്നാൽ നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും, നമ്മൾ കോൺടാക്ട് ചെയ്യാം. തൃശ്ശൂർ മാത്രമല്ല, ഞങ്ങൾ പല ജില്ലകളിൽ നമ്മളിതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ, സർജാപൂർ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാം, നമ്മളെവിടെ വന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ കൂടുതൽ നമ്മൾ പ്രവാസികളുടെ വർക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യണത് മെയിനായിട്ട്. കാരണം നമുക്ക് അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കാനായിട്ട് നമ്മളിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പരമാവധി നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കും, ഉത്തരവാദിത്തത്തോടെ ചെയ്ത് കൊടുക്കും. കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു വർക്ക് ഏൽപ്പിച്ച് നമ്മളതുപോലെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കും. നമ്മുടെ കാര്യത്തിലൂടെ ഡിലേ വരുത്താറില്ല. അപ്പം അങ്ങനെ ഈ വീടും അതുപോലെ തന്നെ ഒരു പ്രവാസി വീടാണ്. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീട് ഇതൊക്കെ പ്രവാസികളുടെ വീടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ അവരുടെ വർക്കുകളൊക്കെ നമ്മൾ ഉത്തരവാദിത്തത്തോടെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തന്നെ ഈ ഒരുപാട് വർക്ക് നമ്മൾ ചെയ്തു, പ്രവാസികളുടെ വർക്കുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരു ഇതൊക്കെ വര കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിലെ ഡോറൊക്കെ ഇൻസൈഡ് ഡോറൊക്കെ പോളിഷ്, അത് മറ്റേ MRFൻ്റെ തന്നെ ബ്രൗൺ അടിച്ചു. താഴത്തെ ബെഡ്റൂമിൻ്റെ ഡോറൊക്കെ തേക്കിൻ്റെ ഡോറാണ്. അത് കുറച്ച് കട്ടിലൊക്കെ വരയ്ക്കാനുണ്ട്, ഡോറ് കുറച്ചെല്ലാം തേക്കാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അതിൻ്റെ പണിയുണ്ട്, വേറെ വർക്കുണ്ട്, അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഇതിൻ്റെ ഫൈനൽ വർക്ക് ഞാൻ കുറച്ച് ഏരിയ ഇതിൽ എടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇപ്പോൾ നമ്മൾ എല്ലാം കൊളുത്തി. ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ജനലുകളെല്ലാം നമ്മൾ കൊളുത്തിയിട്ടുണ്ട്, ഓരോ സ്ക്രൂ വെച്ചിട്ടുണ്ട്, ഓക്കെ. ഇനി ബാക്കി ആശാരിമാർ വയ്ക്കും സ്ക്രൂകളൊക്കെ, ഓക്കെ. അതുപോലെ മുകളിൽ നമ്മൾ ജനലുകൾ കൊളുത്തിയിട്ടുണ്ട്. 5 ജനലുകളൊക്കെ ഒരു നമ്മൾ കൊളുത്തി, ഒരു ഇതല്ല എല്ലാം കൊളുത്തി കഴിഞ്ഞു. ഇനി സ്ക്രൂകൾ ഞങ്ങൾ വയ്ക്കാനുള്ളത്, അതുപോലെ മെയിൻ ഡോറിൻ്റെ സ്ക്രൂ വയ്ക്കണം, അത് ആശാരിമാരാണ് വയ്ക്കുക. ഹാൻഡിൽ ഫിറ്റ് ചെയ്യാണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ ചെയ്യും. ഈ പേപ്പറൊക്കെ ഇനി പൊളിച്ച് കളയാനും അത് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്ലാസ് കൊണ്ട് പേപ്പറൊക്കെ നമ്മൾ കളഞ്ഞു. ഇനി ഗ്ലാസ് ക്ലീൻ ചെയ്യാനുണ്ട്. അതിപ്പോൾ നമ്മൾ പെയിൻറ്റിങ് കഴിയുമ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് പോവുള്ളൂ. പിന്നെ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഓക്കെ. അതുപോലെ ഇതിൻ്റെ കമ്പികളൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല, അതിപ്പോൾ ഇനിയിപ്പോൾ ചെയ്യില്ല, ഓക്കെ. താങ്ക് യു.